കണ്ടിട്ടുണ്ട്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. എന്താ നല്ലൊരു ബജ്ജി, നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ബജ്ജിയാണിത്. ഇതെന്ത് വെച്ചുണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ചക്കമടലില്ലേ അത് വെച്ചുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണിത്. ഇപ്പം ചക്കയൊക്കെ കിട്ടുന്ന സമയമാണ്, അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം നമ്മളുടെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം. നമ്മൾ ഈ ചക്കമുടൽ വെച്ചിട്ടാണ് ഈ ബജ്ജി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചക്കമുടൽ വേണം. അപ്പം ഒരു 2 ടീസ്പൂണ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണ് മൈദപ്പൊടി, പിന്നെ 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ വേണം. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കായത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും എണ്ണയൊക്കെ നമുക്ക് പിന്നെ ചേർക്കാം. ആദ്യം നമുക്ക് ഈ ചക്കമടലൊന്ന് ആവി കയറ്റിയെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബജ്ജിയാണ് നമുക്ക് കിട്ടുക. നല്ല ആരോഗ്യത്തിന് നല്ലതാണ്. ഇതേപോലെ ചക്കമടൽ കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മൾ കടലപ്പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ അരിപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായത്തിൻ്റെ പൊടി. പിന്നെ കുറച്ച് ഒരു നുള്ള് സോഡ ചേർക്കുകയാണ്, കുക്കിംഗ് സോഡ. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇത് നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇതാ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം. പിന്നെ എൻ്റെ കൂട്ടുകാരിലാരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതിന് നമുക്കൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. ഇത് നമ്മളിവിടെ ചക്കമടൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് മുളക് പൊടി, ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. എണ്ണ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചക്കമടൽ ഓരോന്നെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചക്കമടൽ ബജ്ജി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. നമ്മളൊന്ന് ആവി കയറ്റിയാൽ ചക്കമടലൊന്ന് നല്ല സോഫ്റ്റ് ആവും. ഇപ്പോൾ നമ്മൾക്ക് ബജ്ജി ഉണ്ടാക്കാൻ എളുപ്പമാവും. ഇല്ലെങ്കിൽ ഉള്ളിൽ വേവില്ല, പുറത്ത് കരിഞ്ഞു പോകും.
നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് പുറത്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. നല്ലൊരു ബജ്ജി നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ബജ്ജിയാണിത്. ഇത് വെച്ചുണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ചക്കമടലില്ലേ അത് വെച്ചുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണിത്. ഇപ്പം ചക്കയൊക്കെ കിട്ടുന്ന സമയമാണ്, അതുകൊണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചക്ക കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതായത് നമ്മളിവിടെ പാകമുണ്ട്, നമുക്കിത് എണ്ണയിൽ നിന്ന് പുറത്തെടുക്കാം. ബജ്ജിയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് എടുത്ത് വന്ന് ടേസ്റ്റ് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ കഴിക്കാൻ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.